നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ എല്ലാ നിമിത്തങ്ങളും കൃത്യമാണ്. ഇന്ന് ഈ സസ്പെൻഷൻ നേരിടുന്ന വാളുകാരനച്ഛനെ പൊരി വെയിലത്ത് ദൈവം നട്ടുവളർത്തിയതാണ്. ഡൽഹിയുടെ ചൂടില് പൊരിച്ചെടുത്തതാണ്. വേടപ്പറമ്പനച്ഛനെ 10 കൊല്ലം ആ മിഷൻ പ്രവർത്തനത്തിന്റെ ആരംഭഘട്ടത്തില് എല്ലാ ചൂരും അറിഞ്ഞാണ് ജനത്തിന്റെ ഒപ്പം നിന്ന് ജനത്തിന്റെ ദാസ്യവേല ചെയ്ത് പൗരോഹിത്യം ജീവിച്ച മനുഷ്യനാണ് 10 കൊല്ലം. ബെന്നി പാലാട്ടിയച്ഛനെ ഇതുപോലെ തന്നെ ഡൽഹിയില് 14 വർഷം ഒരുക്കിയെടുത്തതാണ്. വർഗീസ് മണവാളനച്ഛനെ കല്യാൺ മിഷന്റെ ആരംഭഘട്ടത്തില് ദൈവം ഒരുക്കിയെടുത്തതാണ്. ഇവരെ ആദ്യമേ തന്നെ ദൈവം ഒരുക്കി സുസജ്ജരാക്കി ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടാണ് ദൈവം അവരെ ഒരുക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ ഞാൻ 12 കൊല്ലം ജോലി ചെയ്ത അച്ഛനാണ്. അതുകൊണ്ടാണ് ഇവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് എനിക്ക് വളരെ ക്ലോസ് അപ്പിൽ അറിയാം. ഒരു A4 ഷീറ്റില് നിന്നെ ഗുരുതാവ് ഇടവകയുടെ വികാരിയാക്കിയിരിക്കുന്നു എന്ന് പ്രിന്റ് ചെയ്ത് നമുക്ക് തന്നിട്ട് നമ്മൾ പോകുമ്പോ നമ്മുടെ കയ്യിലുള്ള മൂലധനം ഈ A4 ഷീറ്റ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ആ സിറ്റിയിലേക്ക് ചെന്നിട്ടാണ് ഇടവക അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഓരോ മനുഷ്യരെയും വിശ്വാസികളെ കണ്ടെത്തുന്നവരെ കൂട്ടുകൂടിക്കുന്നതും ഓരോ വീടുകളില് ഡൊമസ്റ്റിക് ചർച്ച് വീട് സഭ ഉണ്ടാക്കി അത് ഇടവകയായി രൂപാന്തരപ്പെടുത്തുന്നതും അങ്ങനെ നോക്കി നിൽക്കാതെ ഒരു കുഞ്ഞ് വളരുന്നത് പോലെ ഇടവകയെ വളർത്തിയെടുത്താണ് മയൂർവാർ ഫേസ് 3. ഇന്ത്യയിലെ ഡൽഹി തലസ്ഥാനത്തിലെ ഏറ്റവും വലിയ മലയാളി കോളനിയിലെ ഇടവക വളർത്തിയെടുത്ത ആളാണ്, ഉണ്ടാക്കിയെടുത്ത ആളാണ് ജോഷി വേടപ്പറമ്പിലച്ഛൻ. ശരിക്കും രക്തം വിയർത്തു തന്നെ ഉണ്ടാക്കിയതാണ്. ആർക്കേപുരം ഇടവക, അതുപോലെ സാഞ്ചോപുരം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വൈദികര് വാളുക്കാരൻ ഇതുപോലെ ജോലി ചെയ്ത ആളാണ്. ബെന്നി പാലാട്ടി 12 വർഷം കൊണ്ട് പഠിക്കേണ്ടത് 9 വർഷം കൊണ്ട് PhD എടുത്തതാണ് എഡ്യൂക്കേഷൻ. അതിന്റെ ഒപ്പം പാലം ഇടവക, അതുപോലെ മഹാവീർ എൻക്ലേവിലെ വലിയൊരു ഇടവക, മഹിപ്പാൽപൂർ ഇടവക, ഇങ്ങനെയുള്ള ഇടവകളിലെല്ലാം വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തതാണ്. ഞങ്ങൾക്ക് നോ എന്ന് പറഞ്ഞാൽ ഈ രൂപത വിട്ടു ഞങ്ങൾക്ക് ആരും അനുസരിച്ച് പോകേണ്ട കാര്യമില്ല. ഈ രൂപതയ്ക്ക് വേണ്ടി പട്ടം കിട്ടിയ അച്ഛന്മാരാണ്. പുറത്തു പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഞങ്ങൾ നിർബന്ധിക്കാൻ പറ്റില്ല. ഞങ്ങളോട് ഞങ്ങളുടെ മെത്രാന്മാര് നിങ്ങൾ ഡൽഹിയില് നമ്മളുടെ പ്രവാസത്തിലായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യണമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ യെസ് പറഞ്ഞപ്പോ ഞങ്ങൾക്കറിയാം ഒരു പള്ളിയില്ല, പള്ളിമേടയില്ല, ഒരു സ്കൂട്ടറില്ല, ഫാനില്ല, ലിഫ്റ്റില്ല, അല്ലെങ്കിൽ കൂളർ പോലും ഇല്ല, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ പാത്രം പോലും ഇല്ല. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയവരാണ്. നമ്മുടെ സീനിയർ വൈദികരിൽ 1/3 ഭാഗത്തെ ദൈവം അങ്ങനെ ഒരുക്കിയെടുത്തതാണ്. ഞങ്ങളൊക്കെ ഒരുപാട് എളിമയുള്ള ദൈവജനത്തിന് ഒപ്പം നടക്കുന്ന അച്ഛന്മാരാക്കി മാറ്റിയതില് ഡൽഹി മിഷനിലേക്ക് ഞങ്ങളെ അയച്ച ദൈവത്തിന് വലിയൊരു പങ്കുണ്ട്, വലിയ പങ്കുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരുക്കിയെടുത്തതാണ് ഈ 4 പേരെന്നുള്ളതാണ്. ഇനി ഈ 4 പേരുടെ ഇടവകൾ നിങ്ങൾ നോക്കുക. ദൈവം നമ്മളെ എങ്ങനെയാണ് ഒരുക്കിയതെന്ന് മനസ്സിലാക്കണം. പാറക്കാട്ടി പിതാവിലൂടെ ഈ രൂപതയെ തെരഞ്ഞെടുത്ത് നമ്മുടെ പാസ്റ്റർ സെന്ററുകൾ പണിത് നമുക്ക് കുടുംബ കൂട്ടായ്മകളെന്ന ഏറ്റവും മനോഹരമായ സഭയുടെ പങ്കാളിത്ത ശൈലിയില് വലിയ നേതൃത്വ രീതിയിലേക്ക് നമ്മളെ വളർത്തി. ഭൂമി വിവാദത്തിലൂടെ നമ്മളെ പൊരിഞ്ഞ എണ്ണച്ചട്ടിയിലേക്ക് എടുത്തിട്ട് നമ്മുടെ ധാർമ്മിക രോഷത്തെ അവൻ ആളിക്കത്തിച്ചു. അതിൽ നിന്നാണ് നമ്മളെ പരുവപ്പെടുത്തിയത്, നമുക്ക് പരിശീലനം നൽകിയത്. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന പോലെ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. കഴുകൻ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴേക്ക് കുത്തോന്ന് പറഞ്ഞിടും. അങ്ങനത്തെ വലിയ കുഴികളിലേക്ക്, വിവാദങ്ങളിലേക്ക്, നമ്മുടെ ധാർമ്മിക അധപതനത്തിന്റെ നേതൃത്വത്തിന്റെ വീഴ്ചകളിലേക്ക് നമ്മളെ തള്ളിയിട്ട് നമ്മളെ വീണ്ടും നമ്മുടെ ചിറകുകളിൽ പറക്കാൻ നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മുടെ സ്വന്തം ചിറകുകളിൽ പറന്നു പൊക്കിയതിന്റെ ഉദാഹരണമാണ് ഇന്ന് രജിസ്റ്റേർഡ് ആയ അൽമായ മുന്നേറ്റം. സ്വന്തം ചിറകുകളിൽ പറന്നു പൊക്കിയതാണ്. 1960-കളിൽ 2ാം വത്തിക്കാൻ കൗൺസില് ഇതുപോലെ ചിറകുകൾ വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് 60 വർഷത്തിലധികമായി അത് അടിച്ചമർത്തി വെച്ചത് വൈദിക നേതൃത്വം തന്നെയാണ്. പക്ഷെ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞത് പാറക്കാട്ടി പിതാവ് തുടങ്ങി വെച്ച്
തുടങ്ങി വെച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ എറണാകുളം രൂപതയിലെ വൈദികരെ മുഴുവൻ 2 ബാച്ചായി 70കളില് 3 ദിവസത്തെ സെമിനാർ നൽകി അമലോത്ഭവദാസ് എന്ന വൈദികരെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് വൈദികർ ആദ്യം ഒരുക്കിയെടുത്തത് ഈ സഭ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് വളരാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന സഭയായി മാറാനായിട്ട്. അപ്പൊ ഇതുകൊണ്ട് മുരിയാക്കോസച്ചൻ പറഞ്ഞതുപോലെ ഇന്ന് സീറോ മലബാർ സഭയുടെ ശ്വാസകോശമാകാൻ ദൈവം നമ്മളെ മെനഞ്ഞ് വളർത്തി കൊണ്ടുവന്നിരിക്കുക. നമ്മൾ ആ നിയോഗം നിറവേറ്റണം. ആ നിയോഗം നമ്മൾ നിറവേറ്റിയിരിക്കണം. ഈ സഭയെ രക്ഷിക്കാനായി ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുക. അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് 34 രൂപതയിലെ ആത്മാവിൽ ഭയപ്പെടുമ്പോ നമ്മൾ എന്താ പറയുന്നത്? ഓരോ വിശ്വാസി പറയുന്നത്, ഞാനാണ് അഭിഷിക്തൻ, എന്നെ തൊട്ടുപോകരുത് മെത്രാനെ എന്ന് നമ്മൾ പറയണേ. രണ്ടാമത്തെ കൗൺസിലിന്റെ ചൈതന്യം അതാണ്. മാമോദിസ എന്ന അഭിഷേകം ലഭിച്ചവരെ ആരും തൊട്ടുപോകരുത്. അവന് ശുശ്രൂഷ ചെയ്യുന്നവനാണ് പുരോഹിതൻ എന്ന ശുശ്രൂഷ പുരോഹിതൻ. ആ പുരോഹിതരെ സഹോദരൻ സുഹൃത്തുക്കളുമായി കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ് മെത്രാൻ. സഭ എന്ന് പറഞ്ഞ വലിയ പിരമിഡിനെ മറിച്ച് റിവേഴ്സ് പിരമിഡാക്കിയ കൗൺസിലാണ് രണ്ടാമത്തെ കൗൺസിൽ. ആ കൗൺസിലിന്റെ ചൈതന്യം പരിശീലിക്കുന്ന രൂപതയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്